ഡോക്ടർ അരുൺ കുമാറും നമ്മുടെ വാർത്താ സംഘവും ഷിരൂരിൽ നിന്ന് തത്സമയം തുടരുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് യൂണിറ്റ് മുകളിലേക്ക് കയറി പാറക്കല്ലുകളുള്ള ഇടത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് ഡോക്ടർ അരുണിന് നേരിട്ട് കാണാൻ കഴിയുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ്? സുജയ പാർവതി, ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന് ഏകദേശം പരമാവധി 30-35 മീറ്ററോളം താഴേക്ക് പോയി സിഗ്നലുകൾ തരാൻ കഴിയും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുമായി സംസാരിച്ചിരുന്നു. മേജർ അഭിഷേകിനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും ആർമിയുടെ മെറ്റൽ ഡിറ്റക്ടറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു പ്രൈവറ്റ് ഏജൻസിയും പെർമിഷന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ കീഴിലും കൂടുതൽ പവർഫുള്ളായ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് തൊട്ടപ്പുറത്തെ ഭാഗത്ത് തന്നെയുണ്ട്. അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആർമിയുടെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് സൈഡിൽ ഏകദേശം ഇവിടെ നിന്നൊരു 150 മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ചുള്ള പരിശോധന നടക്കുന്നത്. ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് ഏകദേശം നോക്കൂ, റോഡിൽ നിന്ന് ഒരു 15ഓളം മീറ്റർ മാറിയാണ് ഈ ലോറി പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ ഒരു പ്രദേശമാണ്, ഏകദേശം ഇതേപോലെ ഒരു പ്രദേശം തന്നെയായിരുന്നു ഈ ലോറി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ. ആ സ്ഥലത്താണ് ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ വെച്ചുള്ള ഡീപ്പായിട്ടുള്ള പരിശോധന നടക്കുന്നത്. റോഡിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്ററോളം ഉള്ളിലേക്കുള്ള മണ്ണും വലിയ പാറയും നീക്കുകയാണ്. ഏറെ ദുർഘടമായിട്ടുള്ള ഒരു ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷേ അത് ഇനി വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. കാരണം ഇനി ലഭിക്കാൻ പോകുന്ന അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഈ 4-5 പ്രദേശത്തെ മാത്രം ലൊക്കാലിറ്റിയാണ് പ്രധാനമായിട്ടും ഈ ഡിറ്റക്ടർ പരിശോധിക്കുക. ഏകദേശം 10 അടി താഴ്ചയിൽ കിടക്കുകയാണ് ഈ ലോറി എന്നാണ് കരുതുന്നതെങ്കിൽ പോലും 15ഓളം അടി താഴ്ചയിലേക്ക് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ സിഗ്നലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യാത്ത സാഹചര്യത്തിൽ ഏറെക്കുറെ കൃത്യമായ ഒരു സിഗ്നൽ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മണ്ണിനടിയിൽ അർജുനുണ്ടോ ഇല്ലയോ എന്ന വിവരത്തിന് ഇനി അരമണിക്കൂർ പരമാവധി സമയം നമുക്ക് കാത്തിരുന്നാൽ മതി. ഏകദേശം ഒരു 50 മീറ്റർ നീളത്തിൽ ഏകദേശം 10 മീറ്റർ വീതിയിലുള്ള പരിശോധനയാണ്. ആ സ്ഥലം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധനയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സിഗ്നൽ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ നമ്മൾ കരുതാം. ആ വാഹനം ഇപ്പോഴും 10 മീറ്ററോളം അടിയിൽ ഉണ്ട് എന്ന് തന്നെ കരുതാം. അങ്ങനെയാണെങ്കിൽ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഈ സിഗ്നൽ സംവിധാനത്തിന് കൃത്യമായി ഈ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കും. നേരത്തെ സൂറത്കൽ NITയിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന കേവലം 4 മീറ്റർ മാത്രം ശേഷിയുള്ള വളരെ ദുർബലമായ റഡാറിനേക്കാൾ 3-4 ഇരട്ടി ശേഷിയുള്ള ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ് ഇപ്പോൾ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് അഭിഷേകാണ്. ബൽഗാമിൽ നിന്നുള്ള ഇൻഫൻട്രി യൂണിറ്റിന്റെ തലവനാണ്. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിന്റെ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം സുജയ, അടുത്ത 1 മണിക്കൂർ നിർണായകമാകുന്നത് ഒരു പക്ഷേ ഈ ആക്ടിവിറ്റി 17-ാം തീയതി നമ്മൾ നടത്തിയിരുന്നുവെങ്കിൽ ഏകദേശം 20-25 മീറ്ററോളം താഴെയുള്ള സിഗ്നലുകൾ പോലും ലഭിക്കാൻ കഴിയുന്ന വലിയ ശേഷിയുള്ള ഒരുപാട് ശക്തിയുള്ള ഈ റഡാർ മെഷീൻ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ തെരച്ചിൽ ഇവിടെ നടത്താതെ മറ്റു ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷാപ്രവർത്തനം ദിശ തെറ്റിയതും അവിടെയായിരുന്നു. 16-ാം തീയതി രക്ഷാപ്രവർത്തനം നടന്നില്ല. 17-ാം തീയതി പേരിന് മാത്രമേ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 18-ാം തീയതി റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. സർക്കാർ പ്രഷറൈസ് ചെയ്യുന്നു. CMന്റെ ഭാഗത്തു നിന്ന് കത്തുപോകുന്നു. കേരള സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നു. അതിനു വേഗം കൂടുതൽ അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടുന്നു. പക്ഷേ അപ്പോഴും 19-ാം തീയതി 20-ാം തീയതിയൊക്കെ ആകുന്നതുവരെയും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാവുന്നില്ല. ആർമിയെ വിളിക്കാൻ തീരുമാനിക്കുന്നില്ല. ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും അവിടെ ഉപയോഗിക്കുന്നില്ല. കേവലം 13 ടിപ്പറുകളും 7ഓളം JCBകളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാന്തൽ മാത്രമാണ് കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നടന്നത്. അതിനിടയിലാണ് സൂറത്കലിലെ NITയിലെ താരതമ്യേന ദുർബലമായ ഒരു GPS റഡാർ സംവിധാനം കൊണ്ടുവന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനത്തിലൂടെ 4 മീറ്റർ, അതിൽ തന്നെ വെറ്റ് സോയിൽ ഉണ്ടെങ്കിൽ അവിടെ കിട്ടില്ല, പാറയുണ്ടെങ്കിൽ അവിടെ കിട്ടില്ല, അങ്ങനെ ഏറെ പരിമിതികളുള്ള മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് സൂറത്കൽ NITയിലെ റഡാർ പരിശോധന നടന്നത്. ആ പരിശോധന പൂർണ്ണമായും പരാജയപ്പെട്ടു. 2 ഘട്ടത്തിലായി നടന്ന പരിശോധനയിൽ ലഭിച്ച 4 സിഗ്നലുകളും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർമിയെ വിളിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് രാത്രിയിൽ ആർമിയെ വിളിക്കാൻ തീരുമാനിക്കുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ആർമി ഇവിടെ എത്തുന്നു. ആർമിക്കൊപ്പം മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലിയുടെ കൂടി നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഷീൻ ഉപയോഗിച്ച് ഈ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം വേണ്ടിയിരുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നിർഭാഗ്യവശാൽ അതിനുള്ളൊരു വില്ലും അതിനുള്ളൊരു താല്പര്യവും തുടക്കത്തിൽ കാണിക്കാതെ പോയി. വലിയ മൺകൂര പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 40 അടിയോളം ഉയരത്തിലുള്ള ഒരു വലിയ മല, ആ മല തന്നെ ഇടിഞ്ഞു വീണ് ഈ വാഹനത്തിന് മുകളിൽ വീണാൽ ഏകദേശം 10 അടി വലിപ്പമുള്ള
ട്രക്കിൻ്റെ 3 ഇരട്ടി വലുപ്പത്തിലുള്ള മണൽക്കൂനയാണുള്ളത് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ആ മണൽക്കൂന മുഴുവൻ മാറ്റുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. അത് തന്നെ ഏകദേശം 280ഓളം മീറ്റർ ദൂരത്തിൽ വ്യാപിച്ച് കിടക്കുകയാണ്. അത്രയും വലുപ്പമുള്ള, അതായത് 40 അടി പൊക്കത്തിൽ 280 മീറ്ററോളം ദൂരത്തിൽ റോഡിലേക്ക് വീണ് കിടക്കുന്ന മൺകൂനയിൽ എവിടെയാണ് ഈ വാഹനം എന്നുള്ളത് സെർച്ച് ചെയ്യുക അതീവ ദുഷ്കരമാണ്. അതിന് താരതമ്യേന ദുർബലമായ GPS റഡാർ സംവിധാനം മാത്രമാണ് ഉപയോഗിച്ചത്. സൂറത്തിലെ NIT വിഭാഗമാണ്. തുടക്കത്തിൽ ജില്ലാ ഭരണാധികാരിയും ദുരന്ത നിവാരണ അതോറിറ്റിയും കാണിച്ച അലംഭാവത്തിന് കൊടുക്കേണ്ടി വന്ന വില കൂടിയാണ്. ഇന്നിപ്പോൾ ആർമിയുടെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവരുമ്പോൾ ഏറെക്കുറെ നമുക്കൊന്ന് ഉറപ്പിക്കാം, ഒറ്റ കാര്യത്തിൽ ഇന്ന് ഉത്തരം കിട്ടും. റോഡിൽ ഈ പറയുന്ന പാതവക്കിൽ പാർക്ക് ചെയ്തിരുന്ന അർജുനൻ്റെ ഈ ബെൻസ് ലോറി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇനി മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ലഭ്യമാവും. കൂടുതൽ ശേഷിയുള്ള വാഹനമാണ്, കൂടുതൽ ശേഷിയുള്ള റഡാർ സിസ്റ്റമാണ് ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ. ഏകദേശം 25 മീറ്ററോളം അടിയിൽ ആണെങ്കിൽ പോലും കണ്ടെത്താൻ സാധിക്കും, പക്ഷേ അത്രയുമില്ല. ഏകദേശം 10 മീറ്ററിൽ താഴെ മാത്രമാണ് ആ വാഹനം കിടക്കുന്നത്. അതുകൊണ്ട് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഈ ഭാഗത്ത് 250 മീറ്ററിൽ എവിടെയെങ്കിലും ഈ വാഹനമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. അല്പം തെളിഞ്ഞിട്ടുണ്ട് അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ വെറ്റ് സർഫസ് അല്ല. വെറ്റ് സർഫസ് ആണെങ്കിലും ഈ റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ പാറക്കെട്ടുകളുള്ളത് ദുഷ്കരമാണ്. അതാണ് ഏക തടസ്സമായി നിൽക്കുന്നത്. കാരണം പാറക്കെട്ടുകളിൽ ഈ മിനറൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ഒരുപക്ഷെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി വിദഗ്ധർ പറയുന്നു. എന്തായാലും സംയുക്ത രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നേവിയുടെ അതേസമയം തന്നെ നേവിയുടെ 2 യൂണിറ്റ് സ്കൂബ വിഭാഗങ്ങൾ ഈ ഗംഗാവാലി നദിയിലും ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇനി തെരച്ചിലിന് വേണ്ടി ഇപ്പോൾ രക്ഷാദൗത്യം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് സൈഡിന്റെ വലതുവശത്തുള്ള മൺകൂന, അതാണ് പ്രാഥമികമായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതിന് തൊട്ടപ്പുറത്ത് 180 മീറ്റർ അകലെ മറുഭാഗത്ത് ഈ റോഡിന്റെ സൈഡിനപ്പുറത്താണ് ഗംഗാവാലി നദി. ആ ഗംഗാവാലി നദിയുടെ തീരത്തുള്ള പ്രദേശം, അവിടെ കടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണുണ്ട്. അത് 2 രീതിയിൽ വന്ന മണ്ണാണ്. ഒന്ന്, ഈ മണ്ണിടിഞ്ഞ് അവിടേക്ക് വന്ന് ആ പ്രദേശം മുഴുവൻ 16 അടി താഴ്ചയുള്ള ഒരു നിലം പ്രദേശമായിരുന്നു. ആ പ്രദേശം, ആ താഴ്വാരം മുഴുവൻ നികന്നു. കൂടാതെ ഈ വലതുവശത്തെ മണ്ണ് നമ്മൾ മാറ്റുന്നതിനിടയിൽ ആ മണ്ണ് വളരെ പെട്ടെന്ന് ടിപ്പറുകൾ കൊണ്ടിട്ടത് അവിടെയാണ്. അങ്ങനെ നിക്ഷേപിച്ച മണ്ണുണ്ട്. ആ നിക്ഷേപിച്ച മണ്ണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇനി ആ തീരത്താണോ വാഹനം കിടക്കുന്നത്, കുഴിയിലേക്ക് പോയി വാഹനം വീണ് ആ വാഹനത്തിൻ്റെ പുറത്തേക്ക് ഈ ചെളിയും കല്ലുകളും വന്ന് വീഴുകയായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയൂ. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പുഴയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. ദൂരമാണെങ്കിൽ കൂടി ആ സാധ്യതയും തള്ളിക്കളയുന്നില്ല. പുഴയിൽ ഉണ്ടെങ്കിൽ നേവിയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ അത് ലഭ്യമാകേണ്ടതാണ്. നേവി കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കൂബ ഡൈവേഴ്സിന്റെ സാന്നിധ്യത്തിലുള്ള പരിശോധന നടത്തുന്നു. ഫിസിക്കലായി അത് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. 26 അടിയോളം താഴ്ചയുള്ള വലിയ നദിയാണ്. 7 കിലോമീറ്റർ ദൂരത്തിൽ നദി ഒഴുകി കടലിൽ പതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പുഴയിൽ ഈ ലോറി ഒഴുകിപ്പോവുകയാണെങ്കിൽ കടലിൽ പോയി പതിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സുജയ, അങ്ങനെ വന്നാൽ ഈ 3 സാധ്യതകളിൽ ഏത് എന്നത് മാത്രമാണ് നമ്മുടെ ചോദ്യം. കരയിലുണ്ടെങ്കിൽ അത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. മെറ്റൽ ഡിറ്റക്ടർ വഴി നമുക്കത് തിരിച്ചറിയാം. രണ്ടാമത്തെ സാധ്യത ഈ പുഴയുടെ തീരത്താണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കും. ഡ്രഡ്ജിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണ്ടിവരും. ഇനി പുഴയ്ക്കുള്ളിലാണ് പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉത്തരമില്ല. അതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വലതുവശത്തെ ഈ മൺകൂനയുടെ ഭാഗം നീക്കാൻ കഴിയുമോ എന്നുള്ളതാണ്.